ഞാൻ വന്നിരിക്കുന്നതേ ഒരു നാടൻ കറിയുമായിട്ടാണ് കേട്ടോ. കറി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാകാവുന്ന ഒരു സാധനം വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ സാധനം, വാഴക്കായാണ് കേട്ടോ. അപ്പം വാഴക്കായ പറഞ്ഞാൽ ഇച്ചിരി പഴുപ്പോട് ഒത്തിരി പഴുത്തിട്ടില്ല, ചെനച്ച് പഴുപ്പ് കയറി വന്നിട്ടേ ഉള്ളൂ. തരാം. അപ്പോൾ ഇത് വെച്ചിട്ടോ കായ ഉണ്ടാക്കുന്നത്. ഞാൻ ഇത് വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് എനിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളതൊക്കെ നമുക്കൊന്ന് വീഡിയോ കണ്ടുവരാം കേട്ടോ. വാഴയ്ക്ക ഒരുമാതിരി വലിപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചിയാണ്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും ഞാൻ ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇനി ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് അതുപോലെ ഉലുവാങ്ങളും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുകും ഉലുവായും ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ പൊട്ടി വരുന്ന സമയത്ത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 2-3-4 വറ്റൽമുളകാണ് കേട്ടോ. അതും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മൂക്കണം. പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒന്ന് തിളച്ച് കുറുകിയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഒരു 2-3 കുടംപുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അതുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ കുടംപുളി ഇട്ടിട്ട് കുറച്ചുകൂടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിട്ട് കായ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നല്ലപോലെയൊക്കെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരുന്ന കായ കഴുകിയൊക്കെ വൃത്തിയാക്കി അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വന്നാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ കറി റെഡിയാവും കേട്ടോ. അടച്ച് വെച്ച് വേവിക്കും. അടുപ്പങ്ങ് തുറന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഒരു പ്രത്യേക മണം, കുടംപുളിയൊക്കെ ഇട്ട് വെച്ചത് കൊണ്ടൊരു പ്രത്യേക മണം തന്നെയാണ്. അതുപോലെ ഇപ്പോൾ പാകത്തിന് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ കൂടുതൽ അങ്ങോട്ട് പറ്റി വരണ്ട, ചാറൊക്കെ ഇതുപോലെ മതി കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിത് വാങ്ങി വെക്കുന്ന സമയത്ത് വീണ്ടും ഇരുന്നിട്ട് കുറുകി വരും. അപ്പോൾ ഈ ഒരു ഇതിൽ മതി കേട്ടോ. ഇനി ഞാൻ ഇത് അടുപ്പിൽ നിന്ന് വാങ്ങുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഞാനുണ്ടാക്കിയ കറിയാണേലും ഇതിങ്ങനെ കോരിയിട്ടപ്പം എൻ്റെ വായിലും വെള്ളം വന്നു കേട്ടോ. ഇത് കൂട്ടി പെട്ടെന്ന് കുറച്ച് ചോറുണ്ടെന്ന് തോന്നിപ്പോയി. എന്താണെങ്കിലും ഞാൻ കുറച്ച് ചോറ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കൂട്ടിയിട്ട് കുറച്ച് ചോറുണ്ട് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാലോ. എൻ്റെ വായിൽ വെള്ളം വരുന്നു. കഴിച്ചു നോക്കട്ടെ കേട്ടോ. കിഡിലും ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ സാധനമല്ലേ. ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.